ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ കൂത്തുപറമ്പ് പരിപാടിയിൽ നടന്ന കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും നമ്മളെ കാണണമെന്ന് വിചാരിച്ചു വന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടത് മസ്റ്റാണ്. അപ്പം ഒരുപാട് ആൾക്കാർ ഇന്നലെ അവിടെ വന്നിരുന്നു. അപ്പോൾ അവിടെ എത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബാംഗ്ലൂർ ഒരു വർക്ക് ഉണ്ടായിരുന്നു. സൂര്യ കോളേജിലൊരു പരിപാടി ഉണ്ടായിരുന്നു 29. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോയി. ഇവിടുന്ന് കാർ എടുത്താൽ പറ്റും. ഓൾമോസ്റ്റ് ഒരു 360-400 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് ഇവിടുന്ന് ബാംഗ്ലൂർ എത്തുക. അങ്ങനെ ബാംഗ്ലൂർക്ക് കാറിന് പോയി, ബാംഗ്ലൂർ കിടന്നുറങ്ങി, അന്ന് പരിപാടി അറ്റൻഡ് ചെയ്ത് പിറ്റത്തെ ദിവസം നമുക്കൊരു ബാംഗ്ലൂർ തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനൊരു 200 കിലോമീറ്റർ അതിൻ്റെ ഇടയിൽ ഓടിക്കുന്നത്. അതും കഴിഞ്ഞ് പിന്നെ നേരെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്കാണ് നമ്മൾ വന്നത്. മറ്റേ ഇരിട്ടി വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ പരിപാടിൻ്റെ മുന്നേ ഏകദേശം ഒരു 1200-1000 കിലോമീറ്ററിൻ്റെ അടുത്ത് എന്തായാലും നമ്മൾ കാറിൽ ഓടിക്കുന്നത്. കാറിൽ ഇരുന്ന് തന്നെയാണ് ഓടിയത്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കൂത്തുപറമ്പ് വരുന്നതിൽ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ വരാൻ താല്പര്യമുള്ളൊരു സ്ഥലമായിരുന്നു, കുറേ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരുന്നു. കാരണം ഞാൻ അവിടെ പബ്ലിക്കലി അങ്ങനെ ഒരു പരിപാടിക്ക് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കോളേജിലോ എന്തോ ഒരു കാര്യത്തിന് ഞാൻ പരിപാടിക്ക് വന്നിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ രാവിലെ എത്തി, കൂത്തുപറമ്പ് രാവിലെ എത്തി. ഷാഫിക്കാണ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് രാവിലെ. അപ്പോൾ നമ്മളെ പരിപാടി രാവിലെ അല്ലേനു, നമ്മളത് ഈവനിങ് ആയിരുന്നു. അപ്പം നമുക്ക് എപ്പോൾ ഒരു പരിപാടിക്ക് പോകുമ്പോഴും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലിട്ട സ്റ്റോറിയിൽ നിന്ന് ഷെയർ എന്ന് എന്ത് ചെയ്യും, എത്ര ആൾ ഏകദേശം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പോയ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറി ഷെയർ പോയൊരു പരിപാടിയാണ്. ഇപ്പോൾ ലാസ്റ്റ് നാദാപുരത്ത് പോയതിന് 5600-6000 സ്റ്റോറി ഷെയർ. പക്ഷേ കൂത്തുപറമ്പത്തെ പരിപാടിക്ക് ഉണ്ടായിരുന്നത് 7500-ൻ്റെ മേലെ സ്റ്റോറി ഷെയർ ആണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് നല്ല ആൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. കാരണം ഇത്രയും ആൾക്കാർ ഷെയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ആൾക്കാരെങ്കിലും വരും. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പ് വന്ന് മുടിയൊക്കെ വെട്ടി കാറൊക്കെ കഴുകി നമ്മൾ രാവിലെ തൊട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിരുന്നു. നമുക്ക് അലോക്കേറ്റ് ചെയ്ത ടൈം ഞാനവരോട് പറഞ്ഞിരുന്ന ടൈം ഒരു 5 മണിക്ക് വെക്കാം. കാരണം എല്ലാ ഇനോഗ്രേഷനും 5 മണിക്കാണ് വെക്കൽ പറഞ്ഞു. അപ്പോൾ ഓലെയും കുറ്റം പറയാൻ പറ്റില്ല. അവിടെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, ജാതിയും റാലിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പരിപാടി ഒരു 6 മണി 7 മണി ആവട്ടോ എന്ന് പറഞ്ഞു. അതേ പറഞ്ഞാൽ ഓക്കെ, ആൾക്കാർ ഓൾറെഡി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം വളരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പോരുതെന്ന് ഞാൻ 2-3 വട്ടം പറഞ്ഞു. പക്ഷേങ്കിൽ ഈ ജാഥ നടക്കണോണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് അലോക്കേറ്റ് ചെയ്ത് തന്ന ടൈം 7 മണിയാണ്. അപ്പോൾ കറക്റ്റ് 6-6:15 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബ്ലോക്കിൽ പെട്ട് 6:15 ഇറങ്ങി. ഒരു 6:58 ഞാൻ കറക്റ്റ് സ്റ്റേജിലെത്തി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത്രയും ആളുണ്ട്. പക്ഷേങ്കിൽ നടക്കൂല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം പോലീസ് കുറച്ച് പ്രശ്നമാക്കിയപ്പോഴാണ് നടക്കൂല എന്നുള്ള അവസ്ഥയ്ക്ക് പോയിരുന്നത്. എല്ലാവരും കുറച്ചൊന്ന് അടിക്കും മേലക്കൊക്കെ ഇറങ്ങി നിൽക്കണമെങ്കിൽ പ്രശ്നം സോൾവ് ആയിരുന്നു. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബിൽ കാണണി, നമ്മളെ പാട്ട് കേൾക്കണേയും ഒരുപാട് ഉമ്മമാരും കുട്ടികളും ബോയ്സ് ഗേൾസ് അതുപോലെ ഇക്കാക്കന്മാർ ചെക്കന്മാർ എല്ലാവരും വന്നിരുന്നു. ടു ബി ഹോണസ്റ്റ് ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങനെ പതിഞ്ഞിട്ടാണോ അറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന ടീം ഉമ്മമാരെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്നലെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് മിന്ന എന്നൊക്കെ പറഞ്ഞിട്ട്, ഉമ്മയൊക്കെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് കല്ലുമ്മക്കായി എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മളെ കാണാൻ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വന്നത്. ഓരോക്കെ തിരിച്ചു പോകുന്നൊരവസ്ഥയ്ക്ക് പോയി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടാക്കി തന്നീനി തോന്നുന്നു. അപ്പം ഹർഷി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഉമ്മ സ്നാക്സും കൊണ്ട് വന്നീനു. അപ്പം ഉമ്മമാരെല്ലാവരും വളരെ തിങ്ങി നിറഞ്ഞാണ് നിന്നിരുന്നത്. ഒന്നാമത് ആൾക്കാർക്കും നിൽക്കാനുള്ളൊരു സ്പേസോ സാധനങ്ങളോ അതിന് മുന്നിൽ, കാരണം റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ റോഡിലേക്ക് ഇങ്ങോട്ട് പകുതിക്ക് ഇറങ്ങിയിരിക്കണേ, അവിടെ നിന്ന് ഇങ്ങോട്ടും കുറച്ച് ആൾക്കാർ റോഡിൻ്റെ പകുതിക്ക് ഇറങ്ങിയിരിക്കണേ. അപ്പോൾ ആ റോഡിൻ്റെ നടുവത്തെ വരെയും കുറച്ച് സ്ഥലം മാത്രം ബാക്കിയുണ്ട്. ആംബുലൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സാധാ വാഹനങ്ങൾക്കോ പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നലെ അവിടെ ആൾക്കാർ നിന്നിരുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആൾക്കാർ നമ്മളെ കാണേണ്ട താല്പര്യം കൊണ്ടും പരിപാടിയിൽ അറ്റൻഡ് ചെയ്യേണ്ട ഇഷ്ടം കൊണ്ടും വരുന്നതാണ്. പക്ഷേങ്കിൽ പോലീസ് വന്ന് പറഞ്ഞു പോലീസിന് റിസ്ക് ഉണ്ട്, ഇത്രയും ആൾക്കാരെ റോഡ് സൈഡ് ആയതുകൊണ്ടാവും ഇത്രയും ആൾക്കാരെ തിങ്ങി നിറച്ച് ഈ റോഡ് സൈഡിൽ നിന്ന് പരിപാടി വെക്കാൻ പറ്റൂല, വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പരിപാടി മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ഘാടനം ഇതിൻ്റെ സ്റ്റേജൊക്കെ ആദ്യം തന്നെ പ്രിപ്പയർ ആവണമുണ്ട്. നമുക്ക് അപ്പം പിടിച്ച് സ്റ്റേജ് മാറ്റാൻ ആൾക്കാർ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നോട് പോലീസിൻ്റെ നിർദ്ദേശം കൊണ്ട് എന്നോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കില്ലേ, കാരണം നിൽക്കും തോറും അവിടെ ആ സ്റ്റേജിൻ്റെ സാധനം ഇളകിയിട്ടും സൗണ്ട് സിസ്റ്റം ഇളകിയിട്ടും ഫുള്ള് സ്റ്റേജ് അത് കുലുങ്ങി നിൽക്കുകയാണ്. അത് എപ്പോഴാണ് പൊളിഞ്ഞാടെന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം പോലീസിൻ്റെ നിർദ്ദേശം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉള്ളിൽ പോയി. അപ്പോൾ പോലും പറഞ്ഞു നമുക്ക് പരിപാടി നടത്താം, കുറച്ച് പെർമിഷന് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇതാക്കാണ്ട് പറഞ്ഞിട്ട് നമ്മളുള്ളിൽ വെയിറ്റ് ചെയ്യിപ്പിച്ച്. അപ്പം നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റും. കാരണം കുറേ ആൾക്കാർ ഉമ്മാൻ്റെ ഫോണിക്കൊക്കെ മെസ്സേജ് അയച്ചിരിക്കുന്നത് 8 മണിക്ക് വരുമ്പോൾ 8:30 വരുമ്പോൾ 9 മണിക്ക് വരുമ്പോൾ. അത് നമ്മളറിയുന്ന കാര്യമല്ല, അത് ഓലാണ് പറഞ്ഞത് അങ്ങനെ വരും. എനിക്കെന്താ വെച്ചാൽ പോലീസിൻ്റെ ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഓലെ ധിക്കരിച്ച് ഓലെ മേലെ ഇത് ചെയ്തിട്ട് പരിപാടി വെക്കാൻ പറ്റില്ലല്ലോ.
അപ്പം പോലീസിൻ്റെ ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നടത്താനെന്നുള്ള മൂഡിൽ തന്നെ നമ്മൾ നല്ല അവിടെ ഒരു 10 മണി വരെ ഇരുന്നു. ഏകദേശം ഒരു 9:30-10 മണി വരെ അവിടെ ഫുൾ ആൾ അതേപോലെ തന്നെ നിന്നീനു, ഒരാളും പിരിഞ്ഞ് പോകാത്ത രീതിയിൽ നിന്നീനു. അപ്പോൾ എനിക്ക് മാപ്പ് ചോദിക്കാനുള്ളത് കുറച്ച് ഉമ്മമാരോടും ഈ പരിപാടിക്ക് വന്ന ആൾക്കാരോടുമാണ്. കാരണം നിങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ആൾ കൂടിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ഇന്നിൽ നിന്ന് വിട്ടു പോണ കാര്യമാണ്. എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് എല്ലാവരും കാണുക, പാട്ട് പാടുക, എല്ലാവർക്കും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക, പിരിയുക എന്നുള്ളതാണ്. അപ്പോൾ അതും എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, പാട്ട് പാടാനും പറ്റിയില്ല. അതും പോലീസിൻ്റെ സൈഡിൽ നിന്ന് പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഇതൊന്നും നടക്കാണ്ടിരുന്നത്. അപ്പം ഉമ്മമാരോടൊക്കെ ഒരു സോറി. കാരണം നിങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ച് വന്നവരാണെന്ന് എനിക്കറിയാം. യൂട്യൂബിൽ കണ്ടിട്ടും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടും പാട്ട് കേട്ടിട്ടൊക്കെ വന്നവരാണ്. പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ച് അവിടെ നിന്നതുമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നലെ എന്തോ നടന്നില്ല. അപ്പം അതുപോലെ തന്നെ കുട്ടികൾ ഒരുപാട് ഗേൾസ് ഉണ്ടായിരുന്നു റോഡിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് ബോയ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെയിം ലെവലിൽ ഇക്കാക്കന്മാരാണ്. കാരണം നല്ലൊരു ഫാമിലി ഗ്യാതറിങ് പോലെയാണ് ഇന്നലെ അവിടെ ക്രൗഡ് കൂടിയിരുന്നത്. ഫാമിലീസിൽ നിന്ന് മൊത്തത്തിൽ ആൾ എന്നുള്ള രീതിയിൽ പരിപാടി. വെറും യൂത്ത് മാത്രമല്ലായിരുന്നു, ഉമ്മമാർ, പിന്നെ യൂത്ത്, ചെറിയ കുട്ടികളെ പിടിച്ചിരിക്കുന്ന ഉമ്മമാർ, വലിയ ഉമ്മമാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ലെവൽ ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി പരിപാടി നടത്താൻ വേണ്ടിയിട്ട്. പോലീസിൻ്റെ ഒരു ഇതോ കാര്യങ്ങളോ, കാരണം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ റോഡ് ബ്ലോക്കാണ്. റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് നമുക്ക് എന്ത് പരിപാടിയും നടത്താൻ പറ്റില്ല. അപ്പം ഇന്നലത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ ബാക്കിലൊന്ന് കണ്ടോക്കാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് എല്ലാവരും നിൽക്കണേ. എല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കണം, തിരക്കുണ്ടാക്കിയിട്ട്. കാരണം ഉമ്മമാരും ചെറിയ കുട്ടികളും കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊരു പരിഗണന കൊടുത്ത് ചെക്കനാളുകൾ നിൽക്കണോ? ഓക്കെ. അപ്പോൾ ലാബ് സൂപ്പർ മാർക്കറ്റിന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അതിലുപരി നിങ്ങളുടെ എല്ലാവരുടെയും നാടായിട്ടുള്ള കൂത്തുപറമ്പിൽ വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. ഇങ്ങനത്തെ സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരുടെയും താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ദയവേത് റോഡ് നേരാക്കി കൊടുക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക നിർദ്ദേശമാണ്. അല്ലെങ്കിൽ ഈ പരിപാടി കൊണ്ട് ക്യാൻസൽ ആയിപ്പോൾ ദയവേത് റോഡ് എല്ലാവരും നേരാക്കി കൊടുക്കണം, ട്രാഫിക് നേരാക്കി കൊടുക്കണം പ്ലീസ് പ്ലീസ്. അല്ലെങ്കിൽ പരിപാടി സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ദയവേത് റോഡ് നേരാക്കി കൊടുക്കണം. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളൊന്ന് അച്ചടക്കമായി റോഡിൽ നിന്നും ഇരുഭാഗത്ത് മാറി നിന്നും ഫിഷ് മാർക്കറ്റിന്റെ അടുത്തേക്ക് കയറി നിൽക്കണമെന്നും കുറച്ചുകൂടി സൗകര്യം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് പരിപാടി നടക്കണമെങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്.
ഷിയാൻ പാതിരിയാണ് സ്റ്റേജ് നമ്പർ വരേണ്ടതാണ്. ഷിയാൻ പാതിരിയാണ് സ്റ്റേജിന്റെ മുമ്പിൽ വരേണ്ടതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെയാണ് ഇന്നലെ അവിടെ നടന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം എല്ലാ ഉമ്മമാരോടും എൻ്റെ സോറി, എല്ലാ കുട്ടികളോടും ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാവരോടും എൻ്റെ സൈഡിൽ നിന്ന്, ഷോപ്പിൻ്റെ സൈഡിൽ നിന്ന് അവർ പറയണം, എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെ കാണാൻ വരുന്നതാണ്, നമ്മളെ അത്രയും നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് വരുന്ന പോലെയാണ്. അപ്പോൾ എനിക്ക് സോറി പറയല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. നമുക്ക് ഇൻഷാ അള്ളാ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് ഞാൻ ഇൻഷാ അള്ളാ നിങ്ങളുടെ നാട്ടിലേക്ക് ഇനിയും വരും. എന്തായാലും ഇനിയും നമുക്ക് അവിടെ വെച്ചിട്ട് കാണണം. പറ്റുകയാണെങ്കിൽ നിങ്ങൾ അന്നും എന്നും എല്ലാവരും വരണം. നമുക്ക് നല്ലൊരു പ്രോഗ്രാം, പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം. നിങ്ങൾ ഈ കൂത്തുപറമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്നേഹം ചെറുതല്ല, അതിന് വലുതന്നെ അതിന് എന്ന് പറയാം. അപ്പോൾ ജിംഷാദും എല്ലാവരും സ്റ്റേജിൽ അവരൊക്കെ മാക്സിമം നടത്താനുള്ള മാർഗ്ഗങ്ങൾ ഷാനു ആണെങ്കിലൊക്കെ ഷാനു കുറച്ച് കഴിയുമ്പോൾ സ്റ്റേജിൽ ഇറങ്ങി വന്നിട്ട് കുറേ സംസാരിച്ച് നോക്കി, പോലീസിനായിട്ട് സംസാരിച്ച് നോക്കി. എന്ത് നടന്നിട്ടും ഒരു കാര്യമില്ലാത്ത അവസ്ഥയ്ക്ക് പോയപ്പോഴാണ് നമ്മൾ അവിടുന്ന് പിരിയേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടുന്ന് പിരിഞ്ഞു പോണത് ആക്ച്വലി ഒരു 11:40 അല്ലേ, 11:30ക്കാണ്. കാരണം നമ്മളാ റൂമിൽ നിന്ന് നമ്മൾ മേലത്തെ ഓഫീസിൽ പോയി ഇരുന്നല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വയ്യ. ആ സ്റ്റെപ്പ് 3 റോ സ്റ്റെപ്പുമ്പോൾ ഫുൾ ക്രൗഡായി. വാതിലിൻ്റെ അവിടെയും ആൾക്കാർ. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ളൊരു ആൾക്കാർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗൺസേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നടക്കേണ്ട പ്രോഗ്രാമായിരുന്നു. പിന്നെ
കുറച്ച് അതായത് എനിക്ക് തോന്നുന്നു ആ റോഡ് സൈഡ് ആയതിൻ്റെതാണ് മെയിൻ ഒരു പോലീസ് പ്രശ്നമാക്കിയതും കാര്യങ്ങളാക്കിയതും. ഇത്രയും ആളും തിങ്ങി നിറച്ചാണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് നമുക്ക് പരിപാടി നടത്താൻ പറ്റില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇൻഷാ അല്ലാഹ് വന്നതിന് എല്ലാവർക്കും നന്ദി. വളരെ സ്നേഹത്തോടെ നമ്മളെ കാണാൻ വേണ്ടി വന്ന ഉമ്മമാർ, കുട്ടികൾ, ഗേൾസ് ആൻഡ് ബോയ്സ്, ഇക്കാക്കന്മാർ, ചെക്കന്മാർ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി. ഇന്നലെ നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ച് വന്നു. ഒരുപാട് നേരം എന്നോട് പാടാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു. പക്ഷേങ്കിൽ മൈക്ക് ഓൺ ആക്കാൻ പെർമിഷൻ പോലീസ് തന്നില്ല. മൈക്ക് ഓൺ ആക്കാൻ തന്നെ പറ്റില്ല പറഞ്ഞു. ഓക്കെ, അത് ഓരോ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂത്തുപറമ്പക്ക് ഞാൻ ഇനിയും വരും. അത് പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്ന് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് കാണാം. അപ്പം എന്നോട് ആർക്കും പേഴ്സണലി ദേഷ്യമൊന്നും തോന്നരുത്. കാരണം ഇതിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ഇന്നലെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂത്തുപറമ്പ് സൈഡിലുള്ള എല്ലാവരും കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ദിവസം പാടാൻ എനിക്ക് വരാൻ പറ്റട്ടെ. നിങ്ങളെ എല്ലാവരും മീറ്റ് ചെയ്യാൻ വരാൻ പറ്റട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നല്ലൊരു ക്രൗഡായിന്, ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട. കാരണം എനിക്ക് ഈ ഉമ്മമാരെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം ഉമ്മമാർ, അതായത് ബോയ്സിനും ഗേൾസിനൊക്കെ പരിപാടിക്ക് വരാം, കുട്ടികൾക്ക് പരിപാടിക്ക് വരാം. ഇവർക്ക് ഇന്ന കോളേജിൽ നിന്ന് കാണാൻ പറ്റും, അവിടെ നിന്ന് കാണാൻ പറ്റും, വലിയ പബ്ലിക് ഷോസ് നിന്നൊക്കെ കാണാൻ പറ്റും. പക്ഷേങ്കിൽ ഉമ്മമാർക്ക് നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും ഓലെ വീടിൻ്റെ നിയർ ബൈ ഒരു പരിപാടി നടക്കുമ്പോഴാണ്. അപ്പോൾ ഉമ്മമാരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ് ആണ്. അതായത് മറ്റാർക്കും അങ്ങനെ കിട്ടാത്തൊരു സാധനമാണ്. ഇപ്പോൾ ഉമ്മമാർ നേരിട്ട് നമ്മൾ പരിപാടിക്ക് മോനെ വിളിച്ചിട്ട് ഫുള്ള് എല്ലാ ഭാഗത്തുനിന്നും ഉമ്മമാരായിരുന്നു. നമ്മളെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഓലെ സമയം മെനക്കെടുത്തതിന് ഞാൻ സോറി ചോദിക്കുകയാണ് ഉമ്മമാരോട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും എല്ലാ ഉമ്മമാരെയും എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ഗേൾസ് ബുദ്ധിമുട്ടി വന്നവരുണ്ടായിരുന്നു, ബോയ്സ് ബുദ്ധിമുട്ടി വന്നവരുണ്ടായിരുന്നു, കുറേ ഇക്കാക്കന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്തായാലും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിലയക്കണം നമ്മളെ കൊണ്ട്. അപ്പം എല്ലാവരോടും എൻ്റെ സൈഡിൽ നിന്നൊരു സോറി. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും കൂത്തുപറമ്പുള്ളൊരു പരിപാടിയിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ വ്ളോഗ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത നല്ലൊരു വ്ളോഗിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ ബൈ.